മഴ തോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. കുടുംബത്തിലെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കെല്ലാത്തിനും കാരണം അലീനയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി അടക്കം എല്ലാവരും അലീനയോട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെടും. എന്നാൽ അച്ഛനായ ബാലചന്ദ്രൻ അലീനയെ പിന്തുണയ്ക്കുകയും ഒരിക്കലും ആ വീട്ടിൽ നിന്നും പോവരുതെന്നും പറയും. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൽ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നറിയാതെ മകളായ കൃഷ്ണമോൾ ആശയക്കുഴപ്പത്തിലായിരുന്നു. അവൾ അച്ഛനോട് തനിച്ച് സംസാരിച്ച് സത്യം എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടും. ഒടുവിൽ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും കൃഷ്ണമോളോട് തുറന്നു പറയുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആട്ടോ പറയുന്നത്. ബാലചന്ദ്രനും ഭാര്യയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്കെല്ലാം കാരണം അലീനയാണെന്ന് മുത്തശ്ശി അടക്കമുള്ള കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് വിശ്വസിക്കാൻ തുടങ്ങി. അലീന ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് എല്ലാവരുടെയും നിഗമനം. അതിൻ്റെ ബലത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ അലീനയോട് അവിടെ നിന്നും പോവാൻ ആവശ്യപ്പെടും. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അതിനെ ശക്തമായിട്ട് എതിർക്കും. അലീനയെ സംരക്ഷിക്കുന്നതും ആ വീട്ടിൽ പിടിച്ചു നിർത്തുന്നതും അദ്ദേഹം തൻ്റെ ഒരു ഉത്തരവാദിത്തമായി കാണുന്നു. അലീന ഇനി മുതൽ തൻ്റെ അഡീഷണൽ പേഴ്സണൽ സെക്രട്ടറി ആണെന്നും എപ്പോഴും തൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കാൻ അലീന തൻ്റെ കൂടെ തന്നെ വേണമെന്നും ബാലചന്ദ്രൻ തറപ്പിച്ചു പറഞ്ഞു. അലീനെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടാൽ ഞാനും അവളോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പടിയിറങ്ങും. പിന്നെ ഞങ്ങൾ മറ്റൊരു ഫ്ലാറ്റ് എടുത്ത് എൻ്റെ ഹോം നേഴ്സായും പ്രൈവറ്റ് സെക്രട്ടറിയായിട്ടും ഇവളെ ഞാൻ നിയമിച്ചു. അതോടുകൂടെ ഞങ്ങൾ അവിടെ പോയി താമസിക്കും. ബാലചന്ദ്രൻ്റെ ഈ ഒരു മറുപടി കേട്ടതോടുകൂടി തന്നെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ കൂടുതൽ നിസ്സഹായമായിരുന്നു. ബാലചന്ദ്രന് തൻ്റെ 3 മക്കളിൽ ഏറ്റവും വാത്സല്യം കൃഷ്ണമോളോടാണ്. ക്ഷമയും വിവേകവും എല്ലാം നല്ല രീതിയിൽ തന്നെ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണ് കൃഷ്ണമോള്. ക്ഷമയും വിവേകവും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന സ്വഭാവവുമാണ് കൃഷ്ണയെ അച്ഛന് പ്രിയങ്കരിയാക്കുന്നത്. തിരിച്ച് കൃഷ്ണമോൾക്കും അച്ഛന് കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യങ്ങൾ നോക്കുന്നതും അദ്ദേഹത്തോട് അടുപ്പം കാണിക്കുന്നതും കൃഷ്ണമോൾ തന്നെയാണ്. എന്നാൽ അച്ഛൻ്റെ ഈ ഒരു അപ്രതീക്ഷിത പെരുമാറ്റവും അമ്മയോടുള്ള കടുത്ത അവഗണനയും കൃഷ്ണമോളെ വല്ലാതെ ഉലക്കുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ വഴക്കിന് ആരുടെ പക്ഷം ചേരണം, എവിടെയായിരിക്കും സത്യം, എവിടെയാണ് തെറ്റ് മനസ്സിലാവാതെ അവൾ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഗംഗാധരൻ എന്ന ആള് മുൻപ് പറഞ്ഞ ചില വാക്കുകളും അച്ഛൻ അലീനക്ക് കുടുംബത്തിൽ നൽകുന്ന അമിത പരിഗണനയും എല്ലാം കൂട്ടി വായിച്ചപ്പോൾ കൃഷ്ണമോളുടെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ വന്നു. തൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാൻ കൃഷ്ണമോൾ തീരുമാനിക്കുന്നു. വീട്ടിൽ മറ്റാരുമില്ലാത്തൊരു സന്ദർഭത്തിൽ അവൾ നേരെ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. അച്ഛനോട് അവൾ മനസ്സ് തുറക്കുന്നു. അച്ഛാ, എന്തിനാണ് അലീന ചേച്ചി ഇങ്ങനെ സംരക്ഷിക്കുന്നത്? അമ്മയോട് എന്തിനാണ് അച്ഛൻ ഇത്രമാത്രം വെറുപ്പ് കാണിക്കുന്നത്? അമ്മക്ക് അച്ഛനോട് സ്നേഹമില്ല എന്ന് മാത്രം കരുതരുത്. സത്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ അമ്മയുടെ ഭാഗത്ത് നിൽക്കണോ അതോ അച്ഛൻ്റെ ഭാഗത്ത് നിൽക്കണോ, അതോ ഇനി അലീന ചേച്ചിയുടെ ഭാഗത്ത് നിൽക്കണോ എന്നൊന്നും എനിക്കറിയില്ല. സത്യം അറിഞ്ഞാൽ മാത്രമേ എനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയൂ. അച്ഛൻ എന്നോടെങ്കിലും ഈ ഒരു സത്യം പറയണം. ഞാൻ വേറെ ആരോടും പറയില്ല. തൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണമോളുടെ നിഷ്കളങ്കമായ ചോദ്യത്തിനു മുന്നിൽ, അവളുടെ ആത്മാർത്ഥതയ്ക്കു മുന്നിൽ ബാലചന്ദ്രൻ മനസ്സലിഞ്ഞു. താൻ ഇത്രയും നാൾ ഒരു കനൽ പോലെ ഉള്ളിൽ കൊണ്ടു നടന്ന ആ ഭയാനകമായ രഹസ്യം അവളോട് വെളിപ്പെടുത്താൻ ബാലചന്ദ്രൻ തീരുമാനിച്ചു. ബാലചന്ദ്രൻ ആ സത്യം കൃഷ്ണമോളോട് തുറന്നു പറയുന്നു. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, മോളെ, അലീന നിന്റെ അമ്മയുടെ മകളാണ്. നിന്റെ അമ്മയായ വൈജയന്തിക്ക് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ തന്നെ ജനിച്ച മകൾ. ഈ സത്യം അറിഞ്ഞ നിമിഷം മുതലാണ് താൻ ഇങ്ങനെയായതെന്നും ഇനി വൈജയന്തിയെ പഴയതുപോലെ ഭാര്യയായിട്ട് കാണാനോ സ്നേഹിക്കാനോ ഭാര്യയായിട്ട് കരുതാൻ പോലും തനിക്ക് കഴിയില്ലെന്നും തനിക്കൊരിക്കലും അതിന് സാധിക്കില്ലെന്നും ബാലചന്ദ്രൻ പറഞ്ഞു. അലീനെ ഇനി സ്വന്തം ചേച്ചിയായിട്ട് കാണണമെന്നും അവൾക്ക് ഈ വീട്ടിൽ എല്ലാ അർഹതയുമുണ്ടെന്നും ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറയാണ്. എന്നാൽ ബാലചന്ദ്രനിൽ നിന്നും കേട്ട വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് കൃഷ്ണമോളെ ബാധിച്ചത്. തൻ്റെ അമ്മയുടെ ഭൂതകാലം, അച്ഛൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പെരുമാറ്റത്തിൻ്റെ കാരണം, എല്ലാറ്റിനുമുപരി അലീന എന്ന പെൺകുട്ടിയുടെ ജീവിതം, എല്ലാം ഒരു നിമിഷം കൊണ്ട് അവളുടെ മുന്നിൽ വ്യക്തമായി. സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം തകർന്ന ഹൃദയവുമായിട്ടാണ് കൃഷ്ണമോള് താഴേക്ക് വരുന്നത്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന അലീനയെയാണ് അവൾ കാണുന്നത്. ഓടിച്ചെന്ന് അലീന ചേച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് കൃഷ്ണമോള്. ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഞാൻ കൂടെ ചേച്ചിയോട് പോകാൻ പറഞ്ഞല്ലോ. അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ അമ്മയെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. ചേച്ചി എവിടെയും പോവരുത്. അച്ഛനെ നോക്കാൻ ചേച്ചി തന്നെ വേണം. അച്ഛൻ്റെ ആരോഗ്യമാണ് ഇപ്പോൾ എനിക്ക് പ്രധാനം. എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണമോള് അലീനയെ പിടിച്ചിങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയായിരിക്കും. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ള കൃഷ്ണമോളുടെ ഈ ഒരു പെരുമാറ്റത്തിൽ അലീനക്ക് ശരിക്കും ഒരു അത്ഭുതമാണ്. അലീന അമ്പരക്കുന്നുണ്ടെങ്കിലും ആ ആലിംഗനത്തിൽ അവളുടെ അനിയത്തിയുടെ വാത്സല്യവും പിന്തുണയും അവൾ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ സ്വന്തം അച്ഛന് കൊടുത്ത വാക്ക് പാലിച്ചു കൊടുത്തതിന് കൃഷ്ണമോൾ ഒരിക്കലും ഈ ഒരു സത്യം മറ്റാരോടും തന്നെ തുറന്നു പറയുന്നില്ല.
പക്ഷേ അന്ന് ആ നിമിഷം മുതൽ തന്നെ അവൾക്ക് അലീനയോട് ഉണ്ടായിരുന്ന സ്നേഹവും വാത്സല്യവും ഇരട്ടിയാവുന്നു. അങ്ങനെ ആ കുടുംബത്തിൻ്റെ രഹസ്യഭാരം താങ്ങാൻ അച്ഛനോടൊപ്പം മകളും കൂടി ചേരുകയാണ്. ഇത്ര കാലം അലീനയെ കണ്ടപ്പോൾ തന്നെ സ്വന്തം ചേച്ചിയോടുന്നപ്പോൾ ഒരു സ്നേഹവും വാത്സല്യമൊക്കെ കൃഷ്ണമോൾക്ക് തോന്നിയിരുന്നെങ്കിൽ പോലും ഇതിപ്പോൾ തൻ്റെ സ്വന്തം രക്തമാണെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ അലീനയോടുള്ള ആ ഒരു സ്നേഹമെല്ലാം തന്നെ ഇരട്ടിക്കും. പിന്നീട് അങ്ങനെ വൈജയന്തിയും മുത്തശ്ശിയും എല്ലാവരും അലീനയെ ഇങ്ങനെ തരം താഴ്ത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അലീന അവിടെ നിൽക്കണ്ട എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന സമയത്തിന് ബാലചന്ദ്രനേക്കാൾ കൂടുതൽ സപ്പോർട്ടായിട്ട് അലീനക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് അവിടെ സംസാരിക്കുന്നത് കൃഷ്ണമോളായിരിക്കും. കൃഷ്ണമോൾ തൻ്റെ സ്വന്തം ചേച്ചിയാണ് അലീന എന്ന് മനസ്സിലാക്കിയതോടുകൂടെ തന്നെ അലീനയെ വളരെയധികം സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.